ഇത് ഞാനെടുത്ത ടോപ്പിക്കല്ല. ഇതിൻ്റെ റൈറ്റർ ഡിനു തോമസ് ഈൽ എന്ന് പറഞ്ഞ പയ്യനാണ് കുദാശ എന്ന് പറയുന്ന സിനിമ ചെയ്തത്. അപ്പം ആ സിനിമ ഇതിൻ്റെ കഥ വന്ന് എന്നോട് പറഞ്ഞപ്പോൾ, കഥ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ടിപ്പിക്കൽ ത്രില്ലർ സിനിമയുടെ മൂഡിൽ പോകുന്ന ഒരു സിനിമ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ടിപ്പിക്കൽ ത്രില്ലർ അല്ല, ഇത് വേറൊരു ഇതിനകത്തൊരു ഇമോഷണൽ സൈഡുണ്ട്. അത് ഇതിൻ്റെ പാരൻറ്റിങ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയ വന്നപ്പോൾ തീർച്ചയായിട്ടും ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്കൊരു സിനിമ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് കൊമേഴ്സിലാണ് സിനിമ, അതിനകത്തൊരു ബിസിനസ് ഉണ്ട്. അക്കൂട്ടത്തിൽ സൊസൈറ്റിക്ക് നല്ലൊരു മെസ്സേജ് തരാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അത് മമ്മി ആൻഡ് മീൽ എനിക്ക് സാധിച്ചു. പിന്നെ വേറെ അങ്ങനെ ഒന്ന് രണ്ട് ചില സിനിമകൾ. അപ്പോൾ ഇതിനകത്തും എനിക്ക് എന്നെ അട്രാക്ട് ചെയ്ത ഫാക്ടർ അതാണ്. കാരണം അപ്പോൾ ബേസിക്കലി ഇപ്പം ഭയങ്കര പ്രസക്തമായ ഒരു ഒരു ഇതാണ് പേരൻറ്റിങ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഇപ്പോഴത്തെ എന്താ പറയുക, പേരൻസും മക്കളുമായിട്ടുള്ള ഒരു അവരുടെ ഇത്. കാരണം പേരൻസിൻ്റെ രീതികൾ മാറി, പഴയ പോലെയല്ല. രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കും, അങ്ങനെയൊക്കെ ഒത്തിരി സമയമില്ല മക്കളെ നോക്കാൻ, അങ്ങനെയൊക്കെ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഒത്തിരി അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഡിസ്കഷൻ നടക്കുന്ന ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റായിട്ട് ചെയ്തു. അത് ഇങ്ങനെ ഒരു ത്രില്ലർ ഇതിൻ്റെ ഒരു മൂഡിലുള്ള സിനിമയ്ക്കകത്ത് വന്നത് എനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. അത് തന്നെയാണ് ഞാനിത് സെലക്ട് ചെയ്യാനുള്ള കാരണം.